2017 2018 ആണ് ഡൽഹി കാളിന്തി കുഞ്ചിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് ഷംവീൽ നൂറാനി, ഡോക്ടർ റംസിയ ഷംവീൽ, മൻസൂർ കെ, മുഹ്സിൻ തുടങ്ങിയ ചിലർ കൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പോ ശേഷമോ ഇത്രമേൽ ദുരിതത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീടുകളെന്ന് പറയാൻ പറ്റാത്ത കുടിലുകൾ ഞങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അവിടെ കണ്ട മുഴുവൻ കുട്ടികൾക്കും ഗുരുതരമായ പോഷകാഹാരക്കുറവും രക്തക്കുറവുമുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ റംസിയ സ്ഥിരീകരിച്ചു. സ്ത്രീകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കുടിലുകൾക്കിടയിലുള്ള ഇടവഴികളിലൂടെ നടക്കവേ എനിക്ക് പലപ്പോഴായി ശരീരത്തിൽ ഒരുതരം വിറയൽ അരിച്ചു കയറുന്നുണ്ടായിരുന്നു. പ്രതിരോധശേഷി കുറവുള്ള ആളുകൾ ഇത്തരം ഇടങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോഴുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസമായിരിക്കണം അത്. ഇരുട്ട് വീണ് കിടക്കുന്ന ആ വഴികളിൽ കൂനിയിരിക്കുന്ന വൃദ്ധരെ ഞങ്ങൾ കണ്ടു. വിളറിയ കണ്ണുകളാൽ തുറിച്ചു നോക്കുന്ന അഴുക്കുപുരുണ്ട കുഞ്ഞു മുഖങ്ങളും ഞങ്ങൾ കണ്ടു. അവിടെ കണ്ട ഏറ്റവും ഭീഭത്സമായ ഒരു കാര്യം, ചീഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ പാചകം ചെയ്യാൻ നന്നാക്കിയെടുക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. ഞങ്ങളിൽ പലർക്കും അത് കണ്ട് ഓക്കാനം വന്നു. അവരുടെ കയ്യിൽ എന്താണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഈച്ചകൾ അവരെ പൊതിഞ്ഞിരുന്നു. കടുത്ത ദുർഗന്ധം അവിടെ തളം കെട്ടി നിന്നു. ഏതോ മത്സ്യച്ചന്തയിൽ നിന്ന് ഒഴിവാക്കിയ ആ മത്സ്യങ്ങളിൽ നോട്ടമിട്ട് ചെറിയ കുട്ടികൾ ആ സ്ത്രീക്ക് ചുറ്റും തട്ടിയും മുട്ടിയും നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചിലർ മറ്റൊരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞു. ഒരു 7 ദിവസം മുമ്പ് ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും തന്നെയാണ് ഇങ്ങനെ മരിക്കുന്നവരെ മറവ് ചെയ്തിരുന്നത്. എന്നാൽ ആ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ അവിടെയുള്ള അധികൃതർ സമ്മതിച്ചില്ല. ശ്മശാനങ്ങളിലല്ലാതെ മനുഷ്യരെ സംസ്കരിക്കാൻ അനുമതിയില്ല എന്നായി അവർ. സമീപത്തുള്ള ഖബർസ്ഥാനുകളിലും അവർക്ക് ഇടം കിട്ടിയില്ല. ഒടുവിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹം ആരും അറിയാതെ അവരുടെ ബസ്തിക്ക് പുറകിലുള്ള ഒഴുകുന്ന എന്ന് പറയാൻ നിർവാഹമില്ല, കെട്ടിക്കിടക്കുന്ന യമുനയിലേക്ക് ആ കുഞ്ഞിൻ്റെ മൃതദേഹം അവർ എറിഞ്ഞുവത്രേ. പുഴുക്കളെ പോലെ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യരെന്ന് നമ്മൾ പറയാറില്ലേ, നമ്മൾ കേൾക്കാറില്ലേ? ഞങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരെയാണ് അന്ന് ആ ക്യാമ്പിൽ കണ്ടത്. ലോകത്തെ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന ജനത, ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് ഹ്യൂമാനിറ്റി ഇൻ ദ വേൾഡ് എന്ന ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി സംഘടന തന്നെ അടയാളപ്പെടുത്തുന്ന റോഹിംഗ്യൻ ജനതയായിരുന്നു ആ അഭയാർത്ഥി ക്യാമ്പിലെ അന്തേവാസികൾ. പിന്നീട് കോവിഡ് കാലത്താണെന്നാണ് ഓർമ്മ. ആ ക്യാമ്പിൽ ഒരു തീപിടുത്തമുണ്ടായെന്നും വീടുകൾ പലതും കത്തിപ്പോയെന്നും കേട്ടു. പുതിയ കുടിലുകൾ കെട്ടാൻ പിന്നീട് അധികൃതർ അനുമതി നൽകിയിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഏതു നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന്, പുറത്താക്കപ്പെടുമെന്ന്, തിരികെ ലോകമില്ലാത്ത ലോകത്തേക്ക് എടുത്തെറിയപ്പെടുമെന്ന് പേടിച്ചാണ് ആ മനുഷ്യർ കഴിഞ്ഞുകൂടുന്നത്. മ്യാൻമറിലെ രാഖിൻ പ്രവിശ്യയിൽ 14 നൂറ്റാണ്ടെങ്കിലുമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരാണ് റോഹിംഗ്യൻ ജനത. സ്റ്റേറ്റ്ലെസ് പീപ്പിൾ, ഒരു ദേശവും സ്വന്തമെന്ന് പറയാൻ കഴിയാതെ പോകുന്ന മനുഷ്യർ. ഇന്ന് അതാണ് അവരുടെ അവസ്ഥ. ഇന്ന് അതാണ് അവരുടെ മേൽവിലാസം. ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ അതിർത്തി കെട്ടി പങ്കിട്ടെടുക്കുന്ന ഈ ലോകത്ത് പലായനം ചെയ്യാനും അടിച്ചമർത്തപ്പെടാനും വിധിക്കപ്പെട്ട മനുഷ്യരായി മാറിയവർ. മ്യാൻമറിലെ പഴയ ബർമയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ കഴിഞ്ഞിരുന്ന റോഹിംഗ്യൻ ജനത ഇസ്ലാം മത വിശ്വാസികളും ബംഗാളി ഭാഷയുടെ വകഭേദം സംസാരിക്കുന്നവരുമാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് തന്നെ കടുത്ത യാതനകൾ നേരിട്ട റോഹിംഗ്യൻ ജനത സ്വാതന്ത്ര്യാനന്തരവും നരകിച്ചു തന്നെ കഴിയേണ്ട അവസ്ഥയിലായി. പലപ്പോഴായി മ്യാൻമറിൻ്റെ അധികാരത്തിലെത്തിയവർ റോഹിംഗ്യൻ ജനതയെ നുഴഞ്ഞുകയറ്റക്കാരും പ്രശ്നക്കാരുമായാണ് കണ്ടത്. 1982 പൗരത്വ നിയമത്തോടെ റോഹിംഗ്യൻ ജനതയുടെ കഷ്ടതകൾ ആരംഭിച്ചു. അങ്ങേയറ്റം സങ്കുചിതമായ ചിന്തകളായിരുന്നു ആ പൗരത്വ നിയമത്തിലുണ്ടായിരുന്നത്. റോഹിംഗ്യൻ ജനതയെ അപരവൽക്കരിച്ചും അവരെ അപരിഷ്കൃതരും വിദേശികളുമായി ചിത്രീകരിച്ചും വലിയ രാഷ്ട്രീയ വ്യവഹാരങ്ങളുണ്ടായി. രണ്ടാംകിട പൗരന്മാരെ പോലെയാണ് റോഹിംഗ്യൻ ജനത പിന്നീട് കഴിഞ്ഞുകൂടിയത്. 1982 പൗരത്വ നിയമപ്രകാരം 135 ഉപവംശങ്ങളെ പൗരത്വത്തിന് അർഹരെന്ന് പട്ടികപ്പെടുത്തിയപ്പോൾ റോഹിംഗ്യൻ ജനതയെ പുറത്തു നിർത്തി. ഒരു രാജ്യത്തെയും പൗരത്വം ഇല്ലാതാകുന്നതോടെ സ്റ്റേറ്റ്ലെസ് ആയി കണക്കാക്കപ്പെടുകയാണ്. ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും മാനുഷികമായ അവകാശങ്ങൾ വരെയും ഇതോടെ ഹനിക്കപ്പെടുകയാണ്. 1940കളുടെ മധ്യത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിഭജനം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പടിഞ്ഞാറൻ മ്യാൻമറിൽ റോഹിംഗ്യൻ ജനതകൾക്കിടയിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ചേരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ബർമയിലെ പുതിയ ഭരണകൂടം ഈ ആവശ്യത്തെ അടിച്ചമർത്തി. അവിടെ നിന്നങ്ങോട്ട് ഭരണകൂടങ്ങൾ റോഹിംഗ്യൻ ജനതയെ കണ്ടത് തന്നെ ഏത് സമയവും വിഘടനവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം എന്ന നിലക്കാണ്. 1970 ശേഷം രക്തരൂക്ഷിതമായ സൈനിക നടപടികളും റോഹിംഗ്യൻ ജനതയ്ക്ക് മേലുണ്ടായി.
ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന അറാക്കാൻ പ്രവിശ്യയിലെ ജനങ്ങളായതിനാലും സംസാരിക്കുന്ന ഭാഷ ബംഗാളി ഡയലക്റ്റ് ആയതിനാലും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് ഇവരെന്ന് റോഹിംഗ്യക്കാരെ വിവിധ സർക്കാരുകൾ ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അവസാന നാളുകളിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ചേരാനുള്ള അവരുടെ ആഗ്രഹം കൂടി ചേർത്തി വായിക്കുന്നതോടെ തീവ്ര വലതുപക്ഷ വ്യവഹാരങ്ങൾക്ക് വൃത്തം പൂർത്തിയാവുകയാണ്. ബുദ്ധമത വിശ്വാസികളാണ് മ്യാൻമറിലെ ഭൂരിപക്ഷം ആളുകളും. ബുദ്ധിസ്റ്റ് അപ്രമാദിത്വമുള്ള ഭരണത്തിന് കീഴിൽ തങ്ങൾ അവഗണിക്കപ്പെടുമെന്ന് അറാക്കാൻ പ്രവിശ്യയിലെ മുസ്ലിം നേതാക്കൾ കണക്ക് കൂട്ടിയിരുന്നു. പോരാത്തതിന് ബർമ്മയുടെ മണ്ണിലും വിഭജനവാദങ്ങളുടെ വിത്തുകൾ ബ്രിട്ടീഷുകാർ വിതച്ചിട്ടുണ്ടായിരുന്നു. കൊളോണിയലിസം മടങ്ങുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായൊരു സ്വയംഭരണ ദേശം ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ചേക്കുമെന്ന് പലരും കരുതി. എന്നാൽ അതുണ്ടായില്ല. അങ്ങനെയിരിക്കെ മുഹമ്മദ് അലി ജിന്നയെയും ചില റോഹിംഗ്യ നേതാക്കൾ സമീപിക്കുന്നുണ്ട്. തങ്ങളെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേർക്കണമെന്നായിരുന്നു അവരുടെ അഭ്യർത്ഥന. ജിന്ന അത് നിരസിക്കുന്നു. ബർമ്മയുടെ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ലെന്ന് ജിന്ന വ്യക്തമാക്കുകയാണ്. അതോടെ ആ ഭാഗം അടഞ്ഞുപോയി. ഒപ്പം റോഹിംഗ്യൻ ജനത മറ്റു ബർമീസുകൾക്കിടയിൽ ബർമ്മയോട് കൂറില്ലാത്തവരായി. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബംഗ്ലാദേശിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം ചൂണ്ടിക്കാട്ടിയും റോഹിംഗ്യക്കാരെ കുടിയേറിപ്പാർത്തവരെന്ന് കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് ജാപ്പനീസ് അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അറാക്കാൻ പ്രവിശ്യയിൽ നിന്ന് പലായനം ചെയ്ത ആളുകൾ തിരികെ വരികയാണ് ഉണ്ടായത് എന്നും ഇവർ പുതുതായി കുടിയേറിയവരല്ല എന്നും ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പ് അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബർമ്മയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വേളയിൽ ആദ്യ പ്രസിഡന്റായിരുന്ന ഊനു റോഹിംഗ്യൻ ജനതയെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് കാണാം. അക്കാലത്ത് രഖീൻ പ്രവിശ്യയിൽ നിന്ന് സർക്കാരിൽ പ്രതിനിധികളുണ്ടായി. അതിനൊരു മാറ്റമുണ്ടാവുന്നത് 1962 ബർമ്മയിലെ മിലിറ്ററി ജുന്ത അധികാരം കൈയാളാൻ തുടങ്ങിയത് മുതൽക്കാണ്. പതിയെ റോഹിംഗ്യൻ ജനത മുഖ്യധാരയിൽ നിന്ന് അകറ്റി മാറ്റപ്പെട്ടു. വംശീയത മുറ്റിനിന്ന ഈ പട്ടാള ഭരണത്തിൽ 1962 1964 ഇടക്ക് 3.5 ലക്ഷം ബർമീസ് ഇന്ത്യൻസിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. 1978 ഓപ്പറേഷൻ കിങ് ഡ്രാഗൺ എന്ന പേരിൽ അരാക്കാൻ പ്രവിശ്യയിൽ നടത്തിയ റോഹിംഗ്യ വിരുദ്ധ സൈനിക നടപടിയുടെ ഭാഗമായി ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ 2 ലക്ഷം അഭയാർത്ഥികളാണ് എത്തിച്ചേർന്നത്. 1991 92 2.5 ലക്ഷം അഭയാർത്ഥികളാണ് ബംഗ്ലാദേശ് അതിർത്തി കടന്നുപോയത്. അന്ന് ബംഗ്ലാദേശിലും വലിയ പ്രതിസന്ധി ഉണ്ടായി. അതിർത്തികളിൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയാണ് അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹത്തെ ബംഗ്ലാദേശ് അന്ന് നേരിട്ടത്. 1947 പാകിസ്ഥാനിൽ ചേരാനുള്ള റോഹിംഗ്യൻ ജനതയുടെ ആഗ്രഹം ജിന്ന തള്ളിക്കളഞ്ഞതിന് ശേഷം വടക്കൻ അറാക്കാനിൽ ഒരു മുജാഹിദ് പാർട്ടി രൂപം കൊള്ളുകയും പ്രത്യേക ഇസ്ലാമിക ഭരണമുണ്ടാക്കാനുള്ള സായുധ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 1960കളിലെ പട്ടാള ഭരണകാലത്ത് ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്തെങ്കിലും പിന്നീടുണ്ടായ റോഹിംഗ്യൻ വിരുദ്ധ സൈനിക നടപടികൾ ഇത്തരം സായുധ റിബൽ സംഘങ്ങളെ കൂടുതലായി സൃഷ്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ കിങ് ഡ്രാഗൺ അടക്കമുള്ള സൈനിക നടപടികൾ ഇത്തരം സായുധ സംഘങ്ങളെ തുടച്ചു നീക്കാനായിരുന്നു എന്നാണ് അവകാശപ്പെട്ടത്. ബർമീസ് ദേശീയതയിലേക്ക് ബുദ്ധമതത്തെ കൂട്ടിച്ചേർത്തുള്ള മിലിറ്ററി ജുന്തയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ റോഹിംഗ്യൻ വിരുദ്ധത ആളിക്കത്തിക്കുകയായിരുന്നു. 2012 രഖീൻ പ്രവിശ്യയിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ സർക്കാർ തന്നെ കടുത്ത വംശീയത പ്രചരിപ്പിച്ചു. റോഹിംഗ്യക്കാർക്കെതിരെ പ്രചരിപ്പിച്ച വംശീയ വിദ്വേഷത്തിൻ്റെ ഫലമായി വലിയ വംശീയ കലാപങ്ങളാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായത്. കലാപം അടിച്ചമർത്താൻ എന്ന ഭാവേനെ കടുത്ത റോഹിംഗ്യൻ വേട്ടയാണ് തുടർന്നുണ്ടാകുന്നത്. 2016 അറാക്കാൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി മ്യാൻമർ പട്ടാളത്തിന് നേരെ ആക്രമണം നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. 2015 മുതൽ തന്നെ പട്ടാളം റോഹിംഗ്യൻ ജനതയെ അങ്ങേയറ്റം ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ആളുകൾ കാൽനടയായും മത്സ്യബന്ധന നൗകകളിൽ കയറിയും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ചിലരെങ്കിലും ബംഗ്ലാദേശിലെത്തി. ബോട്ടുകളിൽ സുരക്ഷിത തീരം തേടി അലഞ്ഞവർ പലരും എങ്ങുമെത്തിയില്ല. നിറയെ ശവങ്ങളുള്ള ഒട്ടേറെ ബോട്ടുകൾ കടലിൽ അലഞ്ഞു നടക്കുന്നത് പലപ്പോഴായി ലോകം കണ്ടു. ബോട്ട് പീപ്പിൾ എന്ന് അവർ വിളിക്കപ്പെട്ടു. കുടിവെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, കരകാണാക്കടലിൽ പറയാൻ പറ്റുന്നതിനേക്കാൾ ബീഭത്സമായി തീർന്നുപോയ ജന്മങ്ങൾ. 2016 2017 പട്ടാളവും വലതുപക്ഷ ബുദ്ധിസ്റ്റ് സംഘങ്ങളും ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ റോഹിംഗ്യൻ വേട്ട ആരംഭിച്ചു. കൊലയും കൊള്ളിവെപ്പും കൂട്ടബലാത്സംഗങ്ങളും ഒക്കെ അരങ്ങേറി. ജനാധിപത്യത്തിന് വേണ്ടി പൊരുതി വർഷങ്ങളോളം വീട്ടുതടങ്ങളിൽ കഴിയേണ്ടി വന്ന നോബൽ ജേതാവ് ആങ് സാൻ സൂക്കി പോലും റോഹിംഗ്യൻ ജനതയെ കൈവിട്ടു കളഞ്ഞു. പൊതുവെ സമാധാനപ്രിയരും അഹിംസാവാദികളുമായ ബുദ്ധമത വിശ്വാസികൾ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യകൾക്കൊന്നിന് നേതൃത്വം നൽകുന്നതിനേക്കാൾ ക്രൂരമായ വിരോധാഭാസമാവില്ല ഒരുപക്ഷെ സൂക്കിയുടെ കാര്യം. 7.5 ലക്ഷം ആളുകളാണ് ഇക്കാലയളവിൽ മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്തത്. ഏകദേശം 14 ലക്ഷം ആളുകൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്.
രാഖിൻ പ്രവിശ്യയിൽ ബാക്കിയുള്ളവർ അടിമവേലകൾ ചെയ്യുകയാണ്. ഡിറ്റൻഷൻ സെന്ററുകളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അടിസ്ഥാന അവകാശങ്ങൾ പോലും ഇല്ലാതെയാണ് അത്രയും മനുഷ്യർ അവിടെ കഴിഞ്ഞുകൂടുന്നത്. മ്യാൻമറിൽ റോഹിംഗ്യൻ ജനത അനുഭവിക്കുന്നത് ഒരു അപ്പാർത്തൈഡ് പോലുള്ള സംവിധാനമാണ് എന്ന് ഡെസ്മണ്ട് ടുട്ടു അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി പുലിസർ സമ്മാനം നേടിയ ഫോട്ടോഗ്രാഫർമാരായ ഡാനിഷ് സിദ്ദീഖിയും അദ്നാൻ നബീദിയും അതിനർഹരായത് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പലായന ചിത്രങ്ങൾ പകർത്തിയതിനായിരുന്നു. അന്ന് ആ ചിത്രങ്ങൾ വലിയ ചർച്ചയായി. മനുഷ്യർ എന്ന പരിഗണന പോലും ലഭിക്കാതെ ഈ ഭൂമിക്ക് മുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനത. പക്ഷേ ഇപ്പോഴും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് അവർക്ക് ഇപ്പോഴും അഭയം നൽകുന്നുള്ളൂ. ബംഗ്ലാദേശിൽ ഇവർ തിങ്ങിപ്പാർക്കുന്ന കോക്സ് ബസാർ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണ്. 1991-ലും 92-ലും അവിടെ റേഷൻ നിലച്ചത് മൂലം 12,000 ആളുകളെങ്കിലും വിശന്നു മരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. പക്ഷേ ഈയിടെയായി തീവ്ര വലതുപക്ഷ സംഘടനകൾ റോഹിംഗ്യൻ ജനതയെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം നേരിട്ടുകൊണ്ട് ജനനം കൊണ്ട് ഒരു രാജ്യത്താണ് അഭയം തേടിയെത്തിയവരെ ഇറക്കിവിടണമെന്ന് ഇവിടെ ആളുകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആധുനിക ലോകത്തിൻ്റെ പരിഷ്കൃത പുരോഗമനവാദങ്ങൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ചോദ്യങ്ങളാണ് റോഹിംഗ്യൻ ജനത. അപരവൽക്കരണത്തിൻ്റെ, പൗരത്വ നിയമങ്ങൾ വഴിയുള്ള പുറന്തള്ളലുകളുടെ, ഘട്ടം ഘട്ടമായുള്ള വംശഹത്യകളുടെ സമാനമായ മാതൃകകൾ ലോകത്ത് പലയിടങ്ങളിലും തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. 2019 നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലിയുള്ള ആശങ്കകൾ തന്നെ 1982 ബർമീസ് പൗരത്വ നിയമത്തെ പശ്ചാത്തലമാക്കിയായിരുന്നു. ജാഗ്രതയാണ് റോഹിംഗ്യ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗം. നമ്മുടെ ഭരണഘടന എന്തു വില കൊടുത്തും സംരക്ഷിക്കലാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ പോരാട്ടം.